അതിനെക്കുറിച്ച് സമയം കൊടുത്തിരുന്നു. അപ്പം ഇവർ വഖഫ് എന്ന് പറഞ്ഞിരുന്ന പല ഭൂമിയും വഖഫ് അല്ലാതായി ഈ രേഖകളും തെളിവുകളൊക്കെ ഹാജരാക്കിയപ്പോൾ മനസ്സിലായി. അതിൻ്റെ ഒരു വേവലാതിയിൽ ആണ് അദ്ദേഹം ഇന്നലെ ഈ ഒരു പ്രസ്താവന നടത്തിയത്. പുള്ളി പറഞ്ഞത് ഈ വഖഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ മുസ്ലിൻ്റെ അവകാശമാണ്. അതിൻ്റെ മേലെയാണ് ഈ പറഞ്ഞ ഇങ്ങനെ കടന്നുകയറ്റമുണ്ടാകുന്നത്. ഇതുപോലെ ഓരോ കാര്യത്തിലും മുസ്ലിങ്ങളുടെ മേൽ കടന്നുകയറ്റം നടത്തുന്ന മോദി സർക്കാരിനെതിരെ അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂട്ടത്തിനെതിരെ ജിഹാദ് നടത്തേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അപ്പോൾ പാർലമെന്റിൽ ഇത് കേട്ടിരുന്നു. ജിഹാദ് പലതരമുണ്ട്. ഏത് ജിഹാദായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്? പൊട്ടിത്തെറിക്കുന്ന ജിഹാദ് അല്ല, അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. കാരണം നമ്മൾ മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതിനെ വിവാദത്തിന് തിരികൊളുത്തിയത് ജമാഅത്തെ ഹിന്ദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഫൗണ്ടേഷൻ, അതായത് മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷൻ. അതിൻ്റെ തലവനായിട്ടുള്ള മൗലാന മുഹമ്മദ് മദനി ആണ് ഈ പ്രശ്നം ആദ്യമായിട്ട് പുള്ളി പറയുന്നത്. പിന്നെ ജിഹാദ് നമുക്ക് നടത്തണം, തെരുവിലിറങ്ങണം, അല്ലാതെ മുസ്ലിംക്ക് രക്ഷയില്ല എന്ന് അദ്ദേഹമാണ് ആദ്യം ആഹ്വാനം ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.